സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 26 ആണ്. ഓവർസിയർ ഗ്രേഡ് 1ന്റെ എക്സാമും അതിന്റെ സിലബസും വന്ന വിവരം നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ സീരീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതിന്റെ റിവിഷൻ സീരീസ് 26 ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് സിലബസ് എന്ന് പറഞ്ഞാൽ 10 മൊഡ്യൂൾസ് ആയിട്ടാണ് സിലബസിൽ തന്നിട്ടുള്ളത്. അതിൽ നമ്മളിപ്പോൾ മൊഡ്യൂൾ 6 വരെ എടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ 7 ആണ് നമ്മളിപ്പം റണ്ണിങ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ മുതൽ നമ്മൾ മൊഡ്യൂൾ 7 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 7ൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇറിഗേഷൻ അല്ലേ. ഇറിഗേഷൻ, അതിൽ തന്നെ ഹൈഡ്രോളജിയും വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മൊഡ്യൂൾ 7 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറിഗേഷനിലുള്ള ഓരോ ഏരിയാസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ റിക്വയർമെന്റ്സ് ഫോർ ക്രോപ്പ്. വാട്ടർ റിക്വയർമെന്റ്സ് ക്രോപ്പും അതുപോലെ തന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ക്രോപ്പ് പീരീഡ്, ബേസ് പീരീഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ കെനാലിൻ്റെ ഏരിയ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം സിലബസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഇതിൽ തന്നെ നമ്മൾ ഒരു സിലബസിൻ്റെ കണ്ടിന്യൂഷൻ നമ്മളിപ്പം ഈ ഒരു ഏരിയ വരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ലിഫ്റ്റ് ഇറിഗേഷൻ, ഡയറക്റ്റ് ഇറിഗേഷൻ ഒക്കെ ഇതുവരെയുള്ള ഏരിയ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്ക് വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പിൽ നോക്കാനുള്ളത് പ്രിൻസിപ്പൽ ക്രോപ്സ്, ഖാരിഫ് ആൻഡ് റാബി ക്രോപ്സ്, പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ആൻഡ് വെറ്റ് ക്രോപ്സ്, പിന്നെ ക്രോപ്പ് പീരീഡ്, ഡ്യൂട്ടി, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിങ് ഡ്യൂട്ടി, ബേസ് പീരീഡ്, പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി, റിക്വയർമെന്റ് ഫോർ പ്രിസൈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്യൂട്ടി, പിന്നെ ഫിഗേഴ്സ് ഫോർ പ്രിൻസിപ്പൽ ക്രോപ്സ്, സിമ്പിൾ പ്രോബ്ലംസ് ഓൺ ഡ്യൂട്ടി. അപ്പം ആ ഒരു ഇക്വേഷനും സിമ്പിൾ പ്രോബ്ലംസും നോക്കുക. പിന്നെ ഇവിടെ ഹൈഡ്രോളജിയാണ് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം ഹൈഡ്രോളജീൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കനാൽ എന്നുള്ള ഒരു ഏരിയ നമുക്ക് പറയുന്നുണ്ട്. അപ്പം കനാല് അല്ലേ, ഇവിടെയാണ് നമ്മൾ പിന്നെ എടുക്കാൻ പോകുന്നത് കനാലിൻ്റെ ആ ഒരു പോർഷൻ. ഇറിഗേഷൻ, കനാൽസ് ആൻഡ് സോയിൽ ഇറേഷൻ അല്ലേ. അതിൽ കനാൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാനുണ്ട്. ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ കനാലിൻ കട്ടിങ്, എംപാക്ക്മെൻറ്റ്, പാർഷ്യൽ കട്ടിങ് ആൻഡ് എംപാക്ക്മെൻറ്റ് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ നോക്കാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ്, പിന്നെ ബാലൻസിങ് ഡെപ്ത് ഓഫ് കട്ടിങ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് നെസസിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് കനാൽ ലൈനിങ്, പിന്നെ മെയിൻ്റനൻസ് ഓഫ് കനാൽസ്, പിന്നെ അതുപോലെ തന്നെ കനാൽ റെഗുലേഷൻ, സ്ലൂയിസ് ഡ്രോപ്പ്, എസ്കേപ്പ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, പിന്നെ ക്രോസ് ഡ്രെയിനേജ് വർക്ക് നോക്കാനുണ്ട്, നെസസിറ്റി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്രോസ് ഡ്രെയിനേജ് വർക്കിൽ അക്വഡക്ട്സ്, സൂപ്പർ പാസേജ്, പിന്നെ അതുപോലെ തന്നെ അണ്ടർ ടണൽ സൈഫൺസ്, പിന്നെ ക്രോസിങ്, ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുണ്ട്. അപ്പോൾ സിലബസ് ഞാൻ പറയുന്നതൊന്ന് ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ഇത് എഴുതിയെടുത്തിട്ട് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനും പറ്റില്ല. നിങ്ങൾക്ക് കേരള PSCൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സിലബസിൻ്റെ PDF അവൈലബിൾ ആവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് സിലബസിൻ്റെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് വേണമെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ടും പഠിക്കാം. ഓക്കെ, നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുന്നതാണ് നല്ലത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഇറിഗേഷനിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് വാട്ടർ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്പാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ടർ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്പ് അല്ലേ. നമ്മൾ ചെയ്യുന്നത് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഇറിഗേഷൻ വാട്ടർ ആണല്ലേ. ഇറിഗേഷൻ വാട്ടർ നമുക്ക് ഒപ്റ്റിമൽ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണല്ലേ നമുക്ക് ആ ഒരു ഇറിഗേഷൻ എന്നുള്ള നമ്മൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നത്. അത് നമുക്ക് കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വാട്ടർ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേരിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിൽ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. എന്താണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒപ്റ്റിമം
മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോയ്സ്ചർ കണ്ടന്റ് അറ്റ് വിച്ച് എ പ്ലാന്റ് ഗ്രോസ് റാപ്പിഡ്ലി എന്നുള്ളത് ഓർത്ത് വെക്കുക. എന്താണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് അറ്റ് വിച്ച് എ പ്ലാന്റ് ഗ്രോസ് റാപ്പിഡ്ലി എന്നുള്ളത് ഓർത്ത് വെക്കുക. അതാണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്രോപ്പ് പീരീഡ് എന്താണ്, ബേസ് പീരീഡ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ ക്രോപ്പ് പീരീഡ് ആണ് നോക്കുന്നത്. ക്രോപ്പ് പീരീഡ് എന്താണ് ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ എക്സാംസ് എഴുതുന്നവർക്കൊക്കെ അറിയേണ്ട എന്താണ് ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം എലാപ്സ്ഡ് ബിറ്റ്വീൻ സോവിങ് ഓഫ് ക്രോപ്പ് ആൻഡ് ഹാർവെസ്റ്റിംഗ് അല്ലേ. അപ്പം സോവിങ് മുതൽ നമുക്ക് ഹാർവെസ്റ്റിംഗ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. എന്താണ് ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം ബിറ്റ്വീൻ സോയിങ് ഓഫ് crop and harvesting. അതിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ക്രോപ്പ് പീരീഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഡേയ്സിലാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ക്രോപ്പ് പീരീഡ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ബേസ് പീരീഡ് എന്താണെന്ന് നോക്കണം. ക്രോപ്പ് പീരീഡും ബേസ് പീരീഡും മാറിപ്പോരുത്. ബേസ് പീരീഡ് എന്താണ് ബേസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിങ് ഓഫ് crop to last watering before harvesting അല്ലേ. ബിഫോർ ഹാർവെസ്റ്റിംഗ് വരെയുള്ള ആ ഒരു ടൈമിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. എന്താണ് ബേസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിങ് ഓഫ് crop and last watering ബിഫോർ ഹാർവെസ്റ്റിംഗ് അല്ലേ. അതിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഏതായിരിക്കും കൂടുതൽ ഉണ്ടാവുക, ക്രോപ്പ് പീരീഡ് ആണോ ബേസ് പീരീഡ് ആണോ? ക്രോപ്പ് പീരീഡ് ആയിരിക്കും അല്ലേ കൂടുതൽ ഉണ്ടാവുക. കാരണം ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർവെസ്റ്റിംഗ് വരെ ഉള്ളതാണ് പറയുന്നത്. ബേസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ഹാർവെസ്റ്റിംഗ് ആണ് അല്ലേ. അപ്പം ക്രോപ്പ് പീരീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ബേസ് പീരീഡ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള ടേമാണ് ഡെൽറ്റ ഡ്യൂട്ടി ഒക്കെ അല്ലേ. ഡെൽറ്റ ഡ്യൂട്ടീൻ്റെ റിലേഷനും നമുക്ക് നോക്കാനുണ്ട്. അപ്പം എന്താണ് ഡെൽറ്റ എന്ന് നോക്കാം. ഡെൽറ്റ അല്ലേ. ഡെൽറ്റ എന്താണ്? ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് വാട്ടർ ആണ് അല്ലേ. ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ടു കം മെച്യൂരിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ക്രോപ്പിന് അതിൻ്റെ ആ ഒരു മെച്യൂരിറ്റി എത്തേണ്ടിയിട്ട് ആവശ്യമുള്ള ആ ഒരു ഡെപ്ത് ഓഫ് വാട്ടർ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഈസ് ദ ടോട്ടൽ ഡെപ്ത് of water required by a crop to come to maturity. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വരുന്നത് സെൻറ്റിമീറ്റർ ഓർ മീറ്റർ ഒക്കെയാണ്. അപ്പോൾ അതും കൂടെ നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഡെൽറ്റേൻ്റെ ഓരോ ക്രോപ്പ് വാല്യൂസും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 മാത്രം ഞാൻ പറയാം. റൈസിൻ്റെ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ വീറ്റ് അല്ലേ, റൈസും വീറ്റും ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. വീറ്റിൻ്റെത് എത്രയാണ് വരുന്നത്? വീറ്റിൻ്റെത് വരുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ കോട്ടൺ ആണെങ്കിൽ 45 സെൻറ്റിമീറ്റർ ആണെന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഡ്യൂട്ടി നോക്കിയാലോ. ഡെൽറ്റ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഡ്യൂട്ടി നോക്കുകയാണെങ്കിൽ ഡ്യൂട്ടി അല്ലേ, ഡ്യൂട്ടി ഡി എന്നുള്ള ടേം കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറിഗേഷൻ കപ്പാസിറ്റി അല്ലേ. ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ്
വാട്ടറിനെയാണ് നമ്മൾ ഡ്യൂട്ടി എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്യൂട്ടി എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റും ചോദിക്കാറുണ്ട്. ഹെക്ടേഴ്സ് പെർ ക്യൂമെക് ആണ്. ഹെക്ടേഴ്സ് പെർ ക്യൂമെക്കിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡ്യൂട്ടി പറയുന്നത്. അപ്പം എന്താണ് ഡെൽറ്റ എന്ന് പറഞ്ഞു, എന്താണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡെൽറ്റയും ഡ്യൂട്ടിയും തമ്മിലുള്ള റിലേഷൻ നോക്കാനുണ്ട് അല്ലേ. എന്താണ് ഡെൽറ്റയും ഡ്യൂട്ടിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D. ഇത് ഓർത്ത് വെക്കുക. റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ആൻഡ് ഡ്യൂട്ടി ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ സിമ്പിൾ പ്രോബ്ലംസും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പം ഇതിൽ ബി എന്ന് പറഞ്ഞാൽ ബേസ് പീരീഡ് ആണ്, പിന്നെ അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി ആണ് വരുന്നത്. പിന്നെ ഇത് ഡെൽറ്റ എന്നുള്ളതുമാണ്, ഓർത്ത് വെക്കാം. അപ്പം ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത്ര കാര്യങ്ങളാണ് നോക്കാനുള്ളത്. എക്സാം ബേസ് ചെയ്തിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് വാട്ടർ റിക്വയർമെന്റ്സ് ഓഫ് ക്രോപ്പ് പറഞ്ഞു അല്ലേ. വാട്ടർ റിക്വയർമെന്റ്സ് ഓഫ് ക്രോപ്പിൽ നമ്മൾ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇറിഗേഷൻ വാട്ടർ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് അല്ലേ. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മോയ്സ്ചർ കണ്ടന്റ് അറ്റ് വിച്ച് എ പ്ലാന്റ് ഗ്രോസ് റാപ്പിഡ്ലി. അതിനെയാണ് നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ക്രോപ്പ് പീരീഡ് ആണ്. ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടൈം എലാപ്സ്ഡ് ബിറ്റ്വീൻ സോയിങ് ഓഫ് ക്രോപ്പ് ആൻഡ് ഹാർവെസ്റ്റിംഗ് അല്ലേ. സോയിങ് മുതൽ ഹാർവെസ്റ്റിംഗ് വരെ അല്ലേ, നമ്മൾ വിത്ത് വിതയ്ക്കുന്നത് മുതൽ അത് കൊയ്യുന്ന വരെയുള്ള ആ ഒരു ടൈം അല്ലേ. അപ്പം അതിനാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ഡേയ്സിലാണ്. പിന്നെ അതുപോലെ തന്നെ ബേസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിങ് ഓഫ് ക്രോപ്പ് ടു ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ് അല്ലേ. ഹാർവെസ്റ്റിങ്ങിന് മുന്നുള്ള ആ ഒരു ടൈം വരെയുള്ളതിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ടൈം ഇലാപ്സ്ഡ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിങ് ഓഫ് ക്രോപ്പ് അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് സോയിങ് ആൻഡ് ടു ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ് ആണെങ്കിൽ അതിനെ നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയും. പിന്നെ നമ്മൾ ക്രോപ്പ് പീരീഡ് ആയിരിക്കും ബേസ് പീരീഡിനെക്കാട്ടും കൂടുതൽ എന്ന് പറഞ്ഞു അല്ലേ. ഈ ഒരു രണ്ട് ടേം എന്താണെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ അല്ലേ. ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ടു കം എ മെച്യൂരിറ്റി അല്ലേ. അതിൻ്റെ ആ ഒരു മെച്യൂരിറ്റി എത്തേണ്ടിയിട്ട് ആവശ്യമുള്ള ആ ഒരു ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡെൽറ്റ എക്സ്പ്രസ് ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലോ മീറ്ററിലായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ റൈസിൻ്റെതാണെങ്കിൽ ഡെൽറ്റ വാല്യൂ 120 സെന്റിമീറ്റർ ആണ്. ബീറ്റ് ആണെങ്കിൽ 40 സെന്റിമീറ്റർ ആണെന്നുള്ളതൊക്കെ ഓർത്ത് വെക്കാം. പിന്നെ നമുക്ക് ഡ്യൂട്ടി ആണ് നോക്കാനുള്ളത്. ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അല്ലേ. അതിനെയാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡ്യൂട്ടി എക്സ്പ്രസ് ചെയ്യുന്നത് ഹെക്ടേഴ്സ് പെർ ക്യൂമെക് ആണെന്നുള്ളതും ഓർത്ത് വെക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ഈ ഒരു ഡെൽറ്റയും ഡ്യൂട്ടിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അല്ലേ. എന്താണ് റിലേഷൻ വരുന്നത്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. എന്തായാലും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ സിലബസിൽ തന്നെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. പിന്നെ നിങ്ങൾ പഠിച്ചിട്ട് ഈ ഒരു സെക്ഷൻ കാണുകയാണെങ്കിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ടും തോന്നാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആ ഒരു ടൈമിൽ ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ആണ് കെനാലാണ് നമ്മൾ നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കനാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ നിങ്ങളിപ്പം ഈ ഒരു സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കനാൽ തുറന്നിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചുറ്റിലും കാണാൻ പറ്റും അല്ലേ. നിങ്ങൾക്ക് പരിചയമുള്ളൊരു വേർഡ് തന്നെയാണ് കനാൽ. പക്ഷെ നമ്മൾ ടെക്നിക്കലി പഠിക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ an artificial channel to carry water from a reservoir or a river from various
റിവർ ഫോർ വേരിയസ് പേർപ്പസ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും റിസർവോയറിൽ നിന്നോ നമ്മൾ വാട്ടർ ക്യാരി ചെയ്ത് പോവുകയാണ് അല്ലേ. അപ്പം അതിനെ നമ്മൾ ക്യാരി ചെയ്യുന്ന ആ ഒരു ആർട്ടിഫിഷ്യൽ ചാനലിനെയാണല്ലേ കെനാൽ എന്ന് പറയുന്നത്. നമുക്ക് അറിയുന്നൊരു ടേം തന്നെയാണ്. അപ്പോൾ ടെക്നിക്കലി എന്താണെന്ന് എന്തായാലും ആ ഒരു ഡെഫിനേഷൻ മനസ്സിലാക്കി വെക്കുക. അപ്പം എന്താണ് കെനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an ആർട്ടിഫിഷ്യൽ ചാനലാണ് അല്ലേ. an ആർട്ടിഫിഷ്യൽ ചാനൽ to carry water. ഇപ്പം റിസർവോയർ ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് റിവർ ആയിരിക്കാം എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നത് കെനാലിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ബേസ്ഡ് ഓൺ പേർപ്പസ് ഉണ്ട്. ഓൺ പേർപ്പസ്. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് ഏതാണ്? സെക്കൻഡ് വണ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് സപ്ലൈ. പിന്നെ തേർഡ് വണ് വരുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ ഡിസ്ചാർജ്. പിന്നെ ഫോർത്ത് വണ് വരുന്നത് ഏതാണ്? based on financial അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഔട്ട്പുട്ട്. പിന്നെ ഫിഫ്ത്ത് വണ്ണ് വരുന്നത് എന്താണ്? ഫിഫ്ത്ത് വണ്ണ് വരുന്നതാണ് ബേസ്ഡ് ഓൺ കനാൽ അലൈൻമെന്റ്. ബേസ്ഡ് ഓൺ കനാൽ അലൈൻമെന്റ്. പിന്നെ സിക്സ്ത് വണ്ണ് വരുന്നത് എന്താണ്? സിക്സ്ത് വണ്ണ് വരുന്നതാണ് ബേസ്ഡ് ഓൺ സോയിൽ ത്രൂ വിച്ച് കനാൽ ഹാസ് കൺസ്ട്രക്റ്റഡ്. ബേസ്ഡ് ഓൺ വിച്ച് കനാൽ ഹാസ് കൺസ്ട്രക്റ്റഡ്. പിന്നെ സെവൻത്ത് വണ്ണാണ് ബേസ്ഡ് ഓൺ ലൈനിങ് പ്രൊവൈഡഡ്. ബേസ്ഡ് ഓൺ ലൈനിങ് പ്രൊവൈഡഡ്. നമുക്ക് ബാക്കി ക്ലാസിഫിക്കേഷൻ്റെ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ബേസ്ഡ് ഓൺ ലൈനിങ് പ്രൊവൈഡഡ് ആണല്ലേ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ബേസ്ഡ് ഓൺ പേർപ്പസ് ആണെങ്കിൽ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാം. ബേസ്ഡ് ഓൺ പേർപ്പസ് ആണെങ്കിൽ അതിൽ വരുന്നതാണ് ഇറിഗേഷൻ കനാൽ, അതുപോലെ തന്നെ ഫീഡർ കനാലൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ കാരിയർ കനാൽ, നാവിഗേഷൻ കനാൽ എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ നാച്ചർ ഓഫ് സപ്ലൈൻ്റെ ബേസിലാണെങ്കിലോ പെർമനന്റ് കനാലും ഉണ്ട്, ഇനോണ്ടേഷൻ കനാലും ഉണ്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു ടേമുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് ഓർത്താൽ മതി. പിന്നെ ഫൈനാൻഷ്യൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ പ്രൊഡക്റ്റീവ് കനാലും ഉണ്ട്, പ്രൊട്ടക്റ്റീവ് കനാലും ഉണ്ട്. പിന്നെ നമുക്ക് ഫോർത്ത് വണ്ണ് നോക്കാനുള്ളത് ബേസ്ഡ് ഓൺ ഡിസ്ചാർജ് ആണ് അല്ലേ. ഡിസ്ചാർജിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് മെയിൻ കനാല്, പിന്നെ ബ്രാഞ്ച് കനാല്, മേജർ ഡിസ്ട്രിബ്യൂട്ടറി, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി, വാട്ടർ കോഴ്സ് അല്ലെങ്കിൽ ഫീഡർ കനാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. പിന്നെ നമുക്ക് ഫിഫ്ത്ത് വണ്ണ് വരുന്നതാണ് ബേസ്ഡ് ഓൺ കനാൽ അലൈൻമെന്റ് എന്ന് പറയുന്നത്. അലൈൻമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് റിഡ്ജ് കനാല്, കോണ്ടൂർ കനാല്, സൈഡ് സ്ലോപ്പ് കനാല്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ സിക്സ്ത് വണ്ണ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബേസ്ഡ് ഓൺ സോയിൽ അല്ലേ. ബേസ്ഡ് ഓൺ സോയിൽ ത്രൂ വിച്ച് കനാൽ ഹാസ് കൺസ്ട്രക്റ്റഡ് എന്നുള്ളതാണ്. അത് അലൂവിയൽ കനാലും നോൺ അലൂവിയൽ കനാലും ഉണ്ട്. ഇനി നമുക്ക് സെവൻത്ത് വണ്ണാണ് നമ്മൾ പറയുന്നത്. സെവൻത്ത് വൺ എന്താണ്? ബേസ്ഡ് ഓൺ ലൈനിങ് പ്രൊവൈഡഡ് അല്ലേ. ലൈനിങ് പ്രൊവൈഡഡ് ആണ്. ബേസ്ഡ് ഓൺ ലൈനിങ് പ്രൊവൈഡറിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ടാണ് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ലൈൻഡ് കനാൽ, സെക്കൻഡ് വൺ അൺലൈൻഡ് കനാൽ. ലൈൻഡ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പം ലൈൻഡ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. പ്രൊവൈഡഡ് വിത്ത് ലൈനിങ് ഓൺ സൈഡ്സ് ആൻഡ് ബെഡ് അല്ലേ. അതിനെയാണ് നമ്മൾ ലൈൻഡ് കനാൽ എന്ന് പറയുന്നത്. എന്തിനാണ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീപ്പേജ് പ്രിവെൻറ്റ് ചെയ്യേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഹൈ വെലോസിറ്റി ഓഫ് ഫ്ലോ അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പം ലൈൻഡ് കനാലിൽ വെച്ച് നോക്കുന്ന സമയത്ത് പ്രൊവൈഡഡ് വിത്ത്
ലൈനിങ് ഓൺ സൈഡ്സ്, അതുപോലെ തന്നെ ബെഡ് അല്ലേ. അപ്പം ഇതിപ്പോൾ നമ്മൾ കനാലാണെങ്കിൽ അതിൽ നമ്മൾ ലൈനിങ് സൈഡ്സിലും പിന്നെ അതുപോലെ തന്നെ ബെഡിലും പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അൺലൈൻഡ് കനാൽ ആണെങ്കിലോ, അൺലൈൻഡ് കനാൽ എന്ന് പറഞ്ഞാൽ നോട്ട് പ്രൊവൈഡഡ് വിത്ത് ആൻ ഇംപെർവിയസ് ലൈനിങ് അല്ലേ. അപ്പം ആ ഒരു ലൈനിങ് പ്രൊവൈഡ് ചെയ്യാതെ നമ്മൾ കൊടുക്കുന്നതിന് അല്ലേ ലൈനിങ് അല്ലെങ്കിൽ നോട്ട് പ്രൊവൈഡഡ് with an impervious lining എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഇതാണ് അൺലൈൻഡ് കനാലിൽ വരുന്നത്. അപ്പൊ ലൈൻഡ് കനാൽ നമുക്ക് അല്ലെങ്കിൽ ലൈനിങ് നമ്മൾ കനാലിൽ കൊടുക്കുന്നതിലൂടെ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് സീപ്പേജ് ലോസ് പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു അതിന് നമ്മൾ ആ ഒരു കനാലിൽ വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്ലഡ് എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ് കപ്പാസിറ്റി അല്ലേ, ഡിസ്ചാർജ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഈ ഒരു ലൈനിങ്ങിൽ നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്, ജസ്റ്റ് ഞാനൊന്ന് പറയാം. ടൈപ്പ് ഓഫ് ലൈനിങ് മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ. അതിൽ ഹാർഡ് സർഫസ് ലൈനിങ്ങും വരുന്നുണ്ട്, അതുപോലെ തന്നെ എർത്തൻ ടൈപ്പ് ലൈനിങ്ങും വരുന്നുണ്ട്. ഹാർഡ് സർഫസ് ലൈനിങ്ങിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ബ്രിക്ക് ലൈനിങ്, അതുപോലെ തന്നെ സിമെന്റ് കോൺക്രീറ്റ് ലൈനിങ് ഒക്കെ വരുന്നതാണ് ഹാർഡ് സർഫസ് ലൈനിങ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാവാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ എർത്തൻ ടൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ സിമെന്റ് അതുപോലെ അല്ലെങ്കിൽ ക്ലേ പാഡിലൊക്കെ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എർത്തിന്റെ അല്ലേ കോമ്പാക്റ്റഡ് എർത്തിന്റെ ലൈനിങ് ഒക്കെ വരുന്നതാണ് എർത്തൻ ടൈപ്പ് ലൈനിങ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഓഫ് ആൻ ഇറിഗേഷൻ കനാലാണ്. ക്രോസ് സെക്ഷൻ ഓഫ് ആൻ ഇറിഗേഷൻ കനാലാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ക്രോസ് സെക്ഷൻ ഓഫ് ആൻ ഇറിഗേഷൻ കനാൽ അല്ലേ. ക്രോസ് സെക്ഷൻ ഓഫ് ആൻ ഇറിഗേഷൻ കനാൽ നോക്കുകയാണെങ്കിൽ ക്രോസ് സെക്ഷൻ ഓഫ് ആൻ ഇറിഗേഷൻ കനാലിൽ വരുന്നത് എന്തൊക്കെയാണ്? 3 എണ്ണമാണ് അല്ലേ അതിൽ സബായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കനാൽ ഇൻ ഫുൾ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ അല്ലേ, കനാല് ഫുൾ കട്ടിങ്ങിലാണുള്ളതെങ്കിൽ കനാൽ ഇൻ ഫുൾ കട്ടിങ്. പിന്നെ സെക്കൻഡ് വൺ ആണ് കനാൽ ഇൻ ഫുൾ ഫില്ലിങ്. ഫുൾ ഫില്ലിംഗ് ആണ് വരുന്നതെങ്കിൽ ഇതേ രീതിയിലാണ് കനാല് വരുന്നതെങ്കിൽ അല്ലേ ഇവിടെ FSL വരും. അപ്പം അത് ഓർത്ത് വെക്കാം. അങ്ങനെ എന്തായിരിക്കും ഈ ഒരു കനാലിൻ ഫുൾ ഫില്ലിങ്ങിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ CBL ആണ്. അവിടെ ഈ ഒരു വെൻ CBL ആൻഡ് FSL എബോ NSL ആയിരിക്കും അല്ലേ. ഇവിടെയാണ് NSL വരുന്നത്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ തേർഡ് വൺ പറയുന്നതാണ് കനാൽ ഇൻ പാർഷ്യൽ കട്ടിങ് ആൻഡ് പാർഷ്യൽ ഫില്ലിങ്. തേർഡ് വൺ കനാൽ ഇൻ പാർഷ്യൽ കട്ടിങ് ആൻഡ് പാർഷ്യൽ ഫില്ലിങ് അല്ലേ. അതെങ്ങനെയായിരിക്കും പിക്ചർ വരിക? ഇതേ രീതിയിലായിരിക്കും കനാലിൻ പാർഷ്യൽ കട്ടിങ് ആൻഡ് പാർഷ്യൽ ഫില്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേ രീതിയിലായിരിക്കും പിക്ചർ വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇവിടെ NSL, ഇവിടെ CBL ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നമുക്ക് ക്രോസ് സെക്ഷണൽ എലമെന്റ് ഓഫ് എ കനാൽ അല്ലേ. ഇപ്പൊ നമ്മൾ ഈ ഒരു കട്ടിങ്ങും ഫില്ലിങ്ങും ഒക്കെ എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ നമുക്ക് ക്രോസ് സെക്ഷണൽ എലമെന്റ് ഓഫ് എ കനാൽ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല ഒരു 3-4 എണ്ണം ഞാൻ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്കിപ്പം റിവിഷൻ സീരീസ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇതിലുള്ള ഏരിയാസിൽ ജസ്റ്റ് അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത് അങ്ങനത്തത് എടുത്തിട്ട് പറയാം കേട്ടോ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒക്കെ നോക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഏതാണ്? ക്രോസ് സെക്ഷണൽ എലമെന്റ് ഓഫ് കനാലാണ്.
ക്രോസ് സെക്ഷണൽ എലമെന്റ് ഓഫ് എ കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു കനാൽ എടുക്കുകയാണെങ്കിൽ അതിൽ ക്രോസ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും, നമ്മളിപ്പോൾ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ഇതാണെങ്കിൽ നമ്മൾ ഇതേ രീതിയിലായിരിക്കും ഈ കനാലിൻ്റെ ഉണ്ടാവുക. കനാലിന് ബേം ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രീ ബോർഡ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാണ്ടാവും അല്ലേ. അപ്പം അതാണ് നമ്മളിപ്പം ഈ ഒരു ക്രോസ് സെക്ഷണൽ എലമെന്റ് ഓഫ് എ കനാൽ എന്നുള്ള രീതിയിൽ അതിൽ പറയുന്നത്. അപ്പോൾ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണല്ലോ ഇത് വരുന്നത്. ഇപ്പോൾ CBL എടുക്കാം, പിന്നെ അതുപോലെ തന്നെ FSL, പിന്നെ നമുക്ക് ബേം പറയാൻ പറ്റും, ഫ്രീ ബോർഡ് പറയാൻ പറ്റും. അപ്പം നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബേം എന്നുള്ളത്. ബേം എന്താണ്? ബേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ സ്ട്രിപ്പ് ഓഫ് ദ ലാൻഡ് ആണ്. നാരോ സ്ട്രിപ്പ് ഓഫ് ദ ലാൻഡ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ബിറ്റ്വീൻ ദ ഇന്നർ ടോ ഓഫ് ദ ബാങ്ക് ആൻഡ് ടോപ്പ് എഡ്ജ് ഓഫ് ദ കട്ടിങ്. അപ്പം അതാണ് നമ്മൾ ബേം എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ അല്ല, ഇതിനെയാണ് നമ്മൾ ബേം എന്ന് പറയുക. ബേം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേമിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ബേം ഈസ് ദ നാരോ സ്ട്രിപ്പ് ഓഫ് ദ ലാൻഡ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ബിറ്റ്വീൻ ദ ഇന്നർ ടോ ഓഫ് ദ ബാങ്ക് and top edge of cutting. അപ്പം അതിനെയാണ് നമ്മൾ ബേം എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അധികവും നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കില്ലേ ഫ്രീ ബോർഡ്. ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ മാർജിൻ ആണ്. മാർജിൻ ഓഫ് ഹൈറ്റ് ബിറ്റ്വീൻ FSL ആൻഡ് ടോപ്പ് ഓഫ് ദ ബാങ്ക് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ എന്താണ് മാർജിൻ ഓഫ് ദ ഹൈറ്റ് ബിറ്റ്വീൻ FSL അല്ലേ. FSL ഇതാണ് വരുന്നത്. ഈ ഒരു FSL മുതൽ എങ്ങനെയാണ് FSL മുതൽ ടോപ്പ് ഓഫ് ദ ബാങ്ക് അല്ലേ, ടോപ്പ് ഓഫ് ദ ബാങ്ക് വരെയുള്ള ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? അതിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് അല്ലേ. ഫ്രീ ബോർഡ്. അപ്പം എന്താണ് ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ? ഫ്രീ ബോർഡ് ഈസ് ദ മാർജിൻ ഓഫ് ഹൈറ്റ് ബിറ്റ്വീൻ FSL ആൻഡ് ടോപ്പ് ഓഫ് ദ ബാങ്ക് അല്ലേ. ഇതിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡൗവൽ അല്ലെങ്കിൽ ഡൗള എന്ന് പറഞ്ഞിട്ട് അല്ലേ. എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ടാകും ഈ ഒരു ടേം. ഡൗവൽ ഓർ ഡൗള എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ഡൗവൽ അല്ലെങ്കിൽ ഡൗള എന്ന് പറയുന്നത്? റേസ്ഡ് പോർഷൻ പ്രൊവൈഡഡ് ഓൺ ദ കനാൽ സൈഡ് ഓഫ് ദ സർവീസ് റോഡ് ഫോർ സേഫ്റ്റി ഓഫ് വെഹിക്കിൾ പ്ലേയിങ് അല്ലേ. അപ്പം സേഫ്റ്റി ഓഫ് വെഹിക്കിൾ പ്ലേയിങ് ഓൺ ഇറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം എന്താണ് ഡൗള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ്ഡ് പോർഷൻ പ്രൊവൈഡഡ് ഓൺ ദ കനാൽ സൈഡ് അല്ലേ. റൈസ്ഡ് പോർഷൻ നമ്മൾക്ക് ഈ ഒരു വെഹിക്കിൾ മൂവ്മെന്റ് ഓഫ് വെഹിക്കിളിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതിന് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു കർബായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡൗവൽ അല്ലെങ്കിൽ ഡൗള എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഡൗവൽ ഓർ ഡൗള എന്ന് പറയുന്നത്? ഡൗവൽ ഓർ ഡൗള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ്ഡ് പോർഷൻ ആണ്. റേസ്ഡ് പോർഷൻ പ്രൊവൈഡഡ് on the canal side of the service road for safety of vehicle playing on it എന്നും കൂടെ ഉള്ളത് ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബേം പറഞ്ഞു, ഫ്രീ ബോർഡ് പറഞ്ഞു, ഡവൽ ഓർ ഡൗള എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ട ഒരു ടേമാണ് സ്ലോപ്പ് ഇൻ കട്ടിങ് ആൻഡ് ജസ്റ്റ് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം. സൈഡ് സ്ലോപ്പ് അല്ലേ. സൈഡ്
സ്ലോപ്പ് ഇൻ കട്ടിങ്ങും അതുപോലെ തന്നെ സൈഡ് സ്ലോപ്പ് ഇൻ ഫില്ലിങ്ങും. എങ്ങനെയാണ് അവിടെ ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് സ്ലോപ്പിൻ കട്ടിങ് ആണെങ്കിൽ ഇതേ രീതിയിൽ അല്ലേ. അപ്പം അതിൽ 1 ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ ടു എത്രയാണ് വരിക, 1.5 ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ വരെയാണ് ഉള്ളത്. ഓർത്ത് വെക്കുക സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. പിന്നെ സൈഡ് സ്ലോപ്പിൻ ഫില്ലിങ്ങിലാണെങ്കിലോ, സൈഡ് സ്ലോപ്പിൻ ഫില്ലിംഗ് ആണ് വരുന്നതെങ്കിൽ 1.5 ഹൊറിസോണ്ടൽ ഈസ് ടു 1 vertical to 2 horizontal is to 1 vertical ആയിരിക്കും ആ ഒരു സ്ലോപ്പിൻ്റെ ഓർത്ത് വെക്കുക. സൈഡ് സ്ലോപ്പിൻ കട്ടിങ് ആണെങ്കിൽ 1 horizontal is to 1 vertical to 1.5 horizontal is to 1 vertical ആണ്. സൈഡ് സ്ലോപ്പ് ഓഫ് ഫില്ലിംഗ് ആണെങ്കിൽ 1.5 horizontal is to 1 vertical to 2 horizontal is to 1 vertical ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അറിയാത്തവരാണെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ട. ജസ്റ്റ് അറിയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അറിയാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് എവിടെയെങ്കിലും ഒരു കേട്ടൊരു എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ, ആ ഒരു രീതിയിൽ പോകുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇറിഗേഷൻ മാത്രമാണ് നോക്കാനുള്ളതെങ്കിൽ ഡീപ്പായിട്ട് തന്നെ നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ടൈം ഉള്ളത് അതിനനുസരിച്ച് മാനേജ് ചെയ്ത് പഠിക്കാൻ നോക്കുക. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് കനാൽ റെഗുലേഷൻ വർക്ക്. കനാൽ റെഗുലേഷൻ വർക്ക്. കനാൽ റെഗുലേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ടു കൺട്രോൾ ഡിസ്ചാർജ്, അതുപോലെ തന്നെ ഡെപ്ത് ആൻഡ് വെലോസിറ്റി അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കനാലിൽ ഉണ്ടാവുന്ന ഡിസ്ചാർജും അതുപോലെ തന്നെ ഡെപ്തും വെലോസിറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിനെയാണ് നമ്മൾ കനാൽ റെഗുലേഷൻ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കനാൽ റെഗുലേഷൻ വർക്കിൽ വരുന്നത് ജസ്റ്റ് ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യാം, എന്നിട്ട് അതിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കനാൽ റെഗുലേഷൻ വർക്കിൽ ഫസ്റ്റ് വണ്ണ് വരുന്നതാണ് ഹെഡ് റെഗുലേഷൻ. ഹെഡ് റെഗുലേഷൻ ആൻഡ് ക്രോസ് റെഗുലേഷൻ അല്ലെങ്കിൽ ക്രോസ് റെഗുലേറ്റർ. സെക്കൻഡ് വണ്ണ് വരുന്നതാണ് കനാൽ എസ്കേപ്പ്. തേർഡ് വണ്ണ് വരുന്നതാണ് മീറ്ററിംഗ് ഫ്ലൂം. പിന്നെ ഫോർത്ത് വരുന്നതാണ് കനാൽ ഔട്ട്ലെറ്റ്. ഫിഫ്ത്ത് ടെയിൽ ക്ലസ്റ്റർ. നെക്സ്റ്റ് വന്ന് വരുന്നതാണ് കനാൽ ഫോൾസ്. ഇതിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കനാൽ റെഗുലേറ്ററിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് സ്ലൂയിസ്, അതുപോലെ തന്നെ ഡ്രോപ്പും പിന്നെ എസ്കേപ്പ് ആൻഡ് പിന്നെ ദയർ ഫങ്ഷൻസും അല്ലേ, അതാണ് നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? കനാൽ റെഗുലേറ്ററിൽ സ്ലൂയിസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡ്രോപ്പും എസ്കേപ്പും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് സ്ലൂയിസ്. അതിൽ നമുക്ക് പറയുന്നതിൻ്റെ മുന്നേ കനാൽ എസ്കേപ്പ് നമുക്ക് പറയാം അല്ലേ. കനാൽ എസ്കേപ്പ് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്താണ് വന്നിട്ടുള്ളത്? ഹെഡ് റെഗുലേറ്റർ ആണ് അല്ലേ. ഹെഡ് റെഗുലേറ്ററും അതുപോലെ തന്നെ ക്രോസ് റെഗുലേറ്റർ എന്നും പറഞ്ഞു. അതിൽ ഹെഡ് റെഗുലേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ ജസ്റ്റ് പറയാം, എഴുതുന്നില്ല. കൺട്രോൾ ദ സപ്ലൈ ഓഫ് ടേക്കിംഗ് കനാൽ അല്ലേ. സപ്ലൈ ഓഫ് ടേക്കിംഗ് കനാലിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഒരു ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അതായത് പ്രൊവൈഡ് അറ്റ് ദ ഹെഡ് ഓഫ് ടേക്കിംഗ് കനാൽ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കനാൽ എസ്കേപ്പ് അല്ലേ. കനാൽ എസ്കേപ്പ് ആണ് നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. കനാൽ എസ്കേപ്പ്. കനാൽ എസ്കേപ്പിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു കനാൽ എസ്കേപ്പിനെ തന്നെ നമ്മൾ സേഫ്റ്റി വാൽവ് ഓഫ് കനാൽ എന്നും പറയും. എന്താണ് സേഫ്റ്റി വാൽവ് ഓഫ് കനാൽ? കനാൽ എസ്കേപ്പിനെ നമ്മൾ പറയുന്നതാണ് സേഫ്റ്റി വാൽവ് ഓഫ്
കനാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കനാൽ എസ്കേപ്പിനെയാണ് നമ്മൾ സേഫ്റ്റി വാൽവ് ഓഫ് കനാൽ എന്ന് പറയുന്നത്. എന്തിനാണെന്ന് പറഞ്ഞാൽ ടു റിമൂവ് എക്സസ് വാട്ടർ ഫ്രം കനാൽ ഇൻ ടു എ നാച്ചുറൽ ഡ്രെയിൻ അല്ലേ. അപ്പം നമുക്ക് എക്സസ് ആയിട്ടുള്ള ആ ഒരു വാട്ടറിനെ നാച്ചുറൽ ഡ്രെയിനിലേക്ക് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കനാൽ എസ്കേപ്പ്. കനാൽ എസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നത് ടു റിമൂവ് excess water from canal into a natural drain എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിൽ വരുന്നതാണ് വിയർ ടൈപ്പും അതുപോലെ തന്നെ റെഗുലർ ഓർ സ്ലൂയിസ് ടൈപ്പും. അപ്പോൾ നിങ്ങൾക്ക് സിലബസിൽ കേട്ട ടേംസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നതാണ് ഏതൊക്കെയാണ് കനാൽ എസ്കേപ്പിൽ വരുന്നതാണ് വിയർ ടൈപ്പും അതുപോലെ തന്നെ സെക്കൻഡ് വൺ ആണ് റെഗുലേറ്റർ ഓർ സ്ലൂയിസ് ടൈപ്പും. ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിയർ ടൈപ്പ് ആണെങ്കിൽ ക്രസ്റ്റ് ഓഫ് ദ വിയർ അല്ലേ. ക്രസ്റ്റ് ഓഫ് ദ വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹയർ പോയിന്റിൽ ആ ഒരു ക്രസ്റ്റ് ഓഫ് ദ വിയർ ഒന്നുകൂടെ പറയാം. ഈ ഒരു എന്താണ് വിയർ ടൈപ്പ് അല്ലെ. വിയർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രസ്റ്റ് ഓഫ് ദ വിയർ വാൾ ഈസ് അറ്റ് FSL ഓഫ് കനാൽ ആണ്. അപ്പം FSL ഇതാണ് FSL എങ്കിൽ ആ ഒരു FSL ഓഫ് ദ കനാലിലായിരിക്കും ഈ ഒരു വിയർ ക്രസ്റ്റ് ഓഫ് ദ വിയർ ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ വിയർ കൊടുക്കുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് ഫ്ലോ ഉണ്ടാവുന്നത്, ഫ്ലോ ഓഫ് റിവർ വരുന്നത്. അപ്പം ഈ ഒരു ക്രസ്റ്റ് ഓഫ് ദ വിയർ വാൾ കൊടുക്കുന്നത് അറ്റ് FSL ഓഫ് ദ കനാൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ വിയർ ടൈപ്പ് പറയുന്നത്. മറിച്ച് സ്ലൂയിസ് ടൈപ്പ് ആണെങ്കിൽ സിൽ എസ്കേപ്പ് ഈസ് കെപ്റ്റ് അറ്റ് ദ കനാൽ ബെഡ് ആണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കനാൽ ബെഡിലാണ് ഈ ഒരു എസ്കേപ്പ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ലൂയിസ് ടൈപ്പ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു നെക്സ്റ്റ് ടേം ആണ് കനാൽ സ്ലൂയിസ്. ഈ ഒരു കനാൽ സ്ലൂയിസ് തന്നെയാണ് കനാൽ ഔട്ട്ലെറ്റ് എന്നും പറയുന്നത്. കനാൽ ഔട്ട്ലെറ്റ് ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ കനാൽ ഔട്ട്ലെറ്റ് എന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനെ തന്നെയാണ് നമ്മൾ കനാൽ സ്ലൂയിസ് എന്നും പറയുന്നത്. എന്താണ് കനാൽ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ കനാൽ സ്ലൂയിസ് എന്നുള്ളത് നോക്കാം. എന്താണ് ഈ ഒരു കനാൽ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ലിങ്ക് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് കൾട്ടിവേറ്റർ എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ എവിടെയാണ് ഇത് ബിൽഡ് ചെയ്യുക? ബിൽഡ് അറ്റ് ഹെഡ് ഓഫ് ദ വാട്ടർ കോഴ്സ് ആണ്. ബിൽഡ് അറ്റ് ദ ഹെഡ് ഓഫ് ദ വാട്ടർ കോഴ്സ് ടു കണക്ട് ഇറ്റ് വിത്ത് ദ മേജർ ഓർ മൈനർ ഡിസ്ട്രിബ്യൂട്ടറി ചാനൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അതാണ് നമുക്ക് കനാൽ സ്ലൂയിസിൽ ഓർക്കേണ്ടത്. കനാൽ സ്ലൂയിസ് എവിടെയാണ് ബിൽഡ് ചെയ്യുന്നത്? ബിൽഡ് അറ്റ് ഹെഡ് ഓഫ് വാട്ടർ course to connect it with major or minor distributary channel. അതാണ് ഈ ഒരു കനാൽ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ കനാൽ സ്ലൂയിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നോക്കി വെക്കുക. റിക്വയർമെൻറ്റ്സ് ഓഫ് എ കനാൽ ഔട്ട്ലെറ്റ് എന്നുള്ളതൊക്കെ പറ്റുകയാണെങ്കിൽ നോക്കി വെക്കുക. അതുപോലെ ടൈപ്സ് വരുന്നുണ്ട്. നോട്ട് മോഡുലാർ ഔട്ട്ലെറ്റ്, അതുപോലെ തന്നെ സെമി മോഡുലാർ, അതുപോലെ തന്നെ മോഡുലാർ ഔട്ട്ലെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പറ്റുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യമെങ്കിലും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് കനാൽ ഡ്രോപ്പ് അല്ലേ. കനാൽ ഡ്രോപ്പ് ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. കനാൽ ഡ്രോപ്പ് അല്ലെങ്കിൽ കനാൽ ഫോൾ എന്നുള്ളത് അല്ലേ, അതിനെയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനുള്ളത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് വൺ പറഞ്ഞത് അല്ലേ, അതാണ് നമുക്ക് സിലബസിൽ നെക്സ്റ്റ് എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. കനാൽ ഫോൾ ഓർ കനാൽ ഡ്രോപ്പ്. അപ്പം നമ്മൾ
കനാൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ആ ഒരു ലെവൽ ഡിഫറൻസിലെ ആ ഒരു ലെവൽ ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് കനാൽ ഫോൾ അല്ലെങ്കിൽ കനാൽ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പം ബേസിക് ആയിട്ട് അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം നമ്മൾ നോട്ടായിട്ട് എഴുതുകയാണെങ്കിൽ കനാൽ ഫോൾ ഈസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ നാച്ചുറൽ ഗ്രൗണ്ട് സ്ലോപ്പ് is steeper than designed bed slope of the canal. The difference in level is adjusted by constructing a canal fall. പിന്നെ ഈ ഒരു കനാൽ ഡ്രോപ്പ് അല്ലെങ്കിൽ കനാൽ ഫോളിനെ ഏത് രീതിയിലാണെന്ന് ബേസ് ചെയ്തിട്ട് അതിന് കുറച്ചൊരു ടൈപ്പ് പറയുന്നുണ്ട്. ജസ്റ്റ് ഞാൻ അത് മാത്രം ഒന്ന് പറയാം. കനാൽ ഫോളിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് ഓഗി ഫോൾ. ഓഗി ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ഓഫ് കോൺകേവ് ആൻഡ് കോൺവെക്സ് കേർവ് അല്ലേ. അപ്പം നമുക്കിപ്പം കനാൽ വരുന്നത് ഈ ഒരു ലെവലിലാണെങ്കിൽ, ഇതേ രീതിയിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതേ രീതിയിലായിരിക്കും അല്ലേ. ഇതേ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഓഗി ഫോൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് കോൺകേവും കോൺവെക്സിൻ്റെയും കോമ്പിനേഷനാണ്. കോൺകേവ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് കോൺകേവ് കോൺവെക്സ് കേർവ് അല്ലേ. ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ സെക്കൻഡ് വൺ പറയുന്നതാണ് റാപ്പിഡ് ഫോൾ. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോങ് റാപ്പിഡ് ആയിട്ടുള്ള സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ലോങ് റാപ്പിഡ് സ്ലോപ്പ് പ്രൊവൈഡഡ്, അതായത് 1:20, 1:50 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ തേർഡ് വണ്ണ് പറയുന്നതാണ് സ്റ്റെപ്പ്ഡ് കനാൽ ഫോൾ. സ്റ്റെപ്പ്ഡ് കനാൽ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേരിലുള്ള പോലെ തന്നെ അല്ലേ, ഇതേ രീതിയിലാണ് കനാൽ ഫോൾ ഉള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ്ഡ് കനാൽ ഫോൾ എന്ന് പറയുന്നത്. പിന്നെ ഫോർത്ത് വണ്ണാണ് ട്രപ്പിസോയിഡൽ നോച്ച് ഫോൾ. ട്രപ്പിസോയിഡൽ നോച്ച് ഫോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇതേ രീതിയിൽ അല്ലേ, ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിൽ മിക്സ് ആക്കിയിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇത് അബട്ട്മെന്റ് ആണ്. ഈ ഒരു രീതിയിൽ നോച്ച് ഉണ്ടാവും ഇവിടെ. ക്ലിയർ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതേ രീതിയിലാണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രപ്പിസോയിഡൽ എന്ന് പറയുന്നത്. ട്രപ്പിസോയിഡൽ നോച്ച് ഫോൾ എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ആ ഒരു പിക്ചർ വെച്ചിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഇതിൽ എങ്ങനെയായിരിക്കും നമ്പർ ഓഫ് ട്രപ്പിസോയിഡൽ നോച്ചസ് അല്ലേ, നമ്പർ ഓഫ് ട്രപ്പിസോയിഡൽ നോച്ചസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും ഓൺ ദ ഹൈ ക്രസ്റ്റഡ് വാൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്താണ് എറോഷൻ റിഡ്യൂസ് ചെയ്യും കേട്ടോ. ഈ ഒരു ട്രപ്പിസോയിഡൽ നോച്ച് ഫോളിൽ എറോഷൻ റിഡ്യൂസ് ചെയ്യും എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് സിമ്പിൾ വെർട്ടിക്കൽ ഡ്രോപ്പ്. സിമ്പിൾ വെർട്ടിക്കൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ഈ നമ്മളെ നോർമൽ ഡ്രോപ്പ് പോലെയുള്ളത് അല്ലേ. അപ്പം സിമ്പിൾ വെർട്ടിക്കൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലായിരിക്കും ഉണ്ടാവുക. സിമ്പിൾ വെർട്ടിക്കൽ ഡ്രോപ്പ് ഇത് കോൺക്രീറ്റ് ഫ്ലോർ ആയിരിക്കും. കോൺക്രീറ്റ് ഫ്ലോർ
വാട്ടർ ഇതേ രീതിയിൽ സിമ്പിൾ വെർട്ടിക്കൽ ഡ്രോപ്പ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ആ പേര് തന്നെ ഉണ്ട് അല്ലേ, സിമ്പിൾ വെർട്ടിക്കൽ ഡ്രോപ്പ്. സിമ്പിൾ വെർട്ടിക്കൽ ഡ്രോപ്പ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അത് ഇത് സിമ്പിളും ആണ് അതുപോലെ തന്നെ എക്കണോമിക്കലും ആണ് അല്ലേ, സിമ്പിൾ ആൻഡ് എക്കണോമിക്കൽ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള രീതിയാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അധികം എക്സാംസിന് ചോദിച്ച് കാണാറുമുണ്ട്. ഇപ്പം ക്രോസ് ഡ്രെയിനേജ് വർക്ക് നമ്മൾ എന്തിനാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു കനാലിനെയോ അല്ലെങ്കിൽ റിവറിനെയോ അല്ലെങ്കിൽ നാച്ചുറൽ ഡ്രെയിനിനെയോ ഒക്കെ ക്രോസ് ചെയ്തുകൊണ്ട് പറഞ്ഞതൊന്നുകൂടെ ക്ലിയർ ആക്കാം, പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കനാലിൻ്റെയോ അല്ലെങ്കിൽ റിവറിനെയോ ക്രോസ് ചെയ്തിട്ട് നമ്മളെ നാച്ചുറൽ ഡ്രെയിനിനെയോ അല്ലെങ്കിൽ റിവറിനെയോ ഒക്കെ നമുക്ക് ക്രോസ് ചെയ്തിട്ട് കനാൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ഡ്രെയിനിനെയോ അല്ലെങ്കിൽ റിവറിനെയോ ഒക്കെ, ഇപ്പം നാച്ചുറൽ ഡ്രെയിന് ആയിട്ട് പോവുകയാണെങ്കിൽ ഇതിനെയോ അല്ലെങ്കിൽ റിവറിനെയോ ഒക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കനാലിന് അല്ലേ, അപ്പം അതിനെയാണ് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നോട്ടായിട്ട് എഴുതുകയാണെങ്കിൽ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറയുമ്പോൾ എ സ്ട്രക്ചർ constructed for carrying a canal across a natural drain or a river അല്ലേ, അതിനെയാണ് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് അല്ലേ, ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് മൈൻഡിൽ ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഏതൊക്കെയാണ് ടൈപ്പ് വരുന്നത്? അതിൽ ഫസ്റ്റ് വൺ ആണ് അക്വഡക്റ്റ്, സെക്കൻഡ് വൺ എന്താണ് സൈഫൺ അക്വഡക്റ്റ്, തേർഡ് വൺ എന്താണ്, ഇപ്പം ഒന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ. സെക്കൻഡ് വൺ എന്താണ് തേർഡ് വൺ ആണ് സൂപ്പർ പാസേജ്, ഫോർത്ത് വൺ ആണ് കനാൽ സൈഫൺ, ഫിഫ്ത്ത് വൺ ലെവൽ ക്രോസിംഗ്, സിക്സ്ത് വൺ കനാൽ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. അതിൽ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത് അക്വഡക്റ്റും അതുപോലെ തന്നെ സൂപ്പർ പാസേജും ഒക്കെയാണ് അല്ലേ. പിന്നെ ലെവൽ ക്രോസിങ്ങും ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അക്വഡക്റ്റ് ആണെങ്കിലും സൂപ്പർ പാസേജ് ആണെങ്കിലും ലെവൽ ക്രോസിങ്ങും തമ്മിലുള്ളൊരു മെയിൻ ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പോൾ മെയിൻ എന്താണ് ഡിഫറൻസ് വരുന്നത്? അക്വഡക്റ്റും അല്ലെങ്കിൽ സൈഫൺ അക്വഡക്റ്റ് ഒക്കെ ആണെങ്കിൽ കനാൽ ഓവർ ഡ്രെയിൻ ആണ് അല്ലേ. അപ്പം കനാൽ ഓവർ ഡ്രെയിൻ ആണെങ്കിൽ, ഇതിപ്പം ഡ്രെയിൻ ആണെങ്കിൽ അതിൻ്റെ മുകളിലാണ് കനാൽ വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അക്വഡക്റ്റും. ഈ രണ്ട് സിറ്റുവേഷനിലും കനാൽ ഓവർ ഡ്രെയിൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ സൂപ്പർ പാസേജിലും കനാൽ സൈഫൺസിലും വരുന്നത് ഡ്രെയിൻ ഓവർ കനാലാണ്. ഈ രണ്ട് സിറ്റുവേഷനിൽ എങ്ങനെയാണ് വരിക? ഡ്രെയിൻ ഓവർ കനാലാണ് അല്ലേ. കനാലിൻ്റെ മുകളിലായിരിക്കും ഡ്രെയിൻ വരിക. പിന്നെ അതുപോലെ തന്നെ ലെവൽ ക്രോസിങ്ങും കനാൽ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റിലാണെങ്കിലോ ഈ ഒരു സിറ്റുവേഷനിൽ വരിക എന്ന് പറഞ്ഞാൽ കനാലും അതുപോലെ തന്നെ ഡ്രെയിനും അല്ലേ സെയിം ലെവലിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് ഇതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്ന്, ഇപ്പം ഈ ഒരു അക്വഡക്റ്റും അതുപോലെ തന്നെ സൂപ്പർ പാസേജും ലെവൽ ക്രോസിങ്ങും ഞാൻ എടുത്ത് പറയാം. അപ്പം ഫസ്റ്റ് വണ്ണ്
അക്വഡക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ എന്താണ് സിറ്റുവേഷൻ വരുന്നത് കനാൽ ഈസ് carried over drain ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് സൂപ്പർ പാസേജ് പറയാം അല്ലെ. സൂപ്പർ പാസേജിൽ എന്താണ് സിറ്റുവേഷൻ വരുന്നത്? സൂപ്പർ പാസേജിൽ വരുന്നതാണ് ഡ്രെയിൻ ഓവർ കനാൽ അല്ലേ. അപ്പം അതിനാണ് നമ്മൾ സൂപ്പർ പാസേജ് എന്ന് പറയുന്നത്. ഇവിടെ ബെഡ് ഓഫ് ദ ഡ്രെയിൻ എബോ FSL ആയിരിക്കും അല്ലെ, അതും കൂടെ ഓർത്ത് വെക്കാം. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് ലെവൽ ക്രോസിങ് അല്ലെ. ലെവൽ ക്രോസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെവൽ ക്രോസിങ് എന്ന് പറയുമ്പം രണ്ടും സെയിം ലെവലിൽ വരുന്നത് അല്ലെ. ലെവൽ ക്രോസിങ് എന്ന് പറഞ്ഞാൽ when huge canal and huge drain meet each other at same level ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ അല്ലേ. ഇത് റിവർ ആണെങ്കിൽ ഇത് കനാൽ, ഇതേ രീതിയിൽ സെയിം ലെവലിൽ മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ബാക്കി ഞാൻ നോട്ടായിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. സൈഫൺ അക്വഡക്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. സൈഫൺ അക്വഡക്റ്റിലും കനാലീസ് ഓവർ ഡ്രെയിൻ തന്നെയായിരിക്കും. പക്ഷെ HFL ഇൻ അല്ലെങ്കിൽ ഹൈ ഫ്ലഡ് ലെവൽ ഇൻ റിവർ ഈസ് എബോ കനാൽ ബെഡ് ലെവൽ ആയിരിക്കും, CBL ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അവിടെയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ സൈഫൺ അക്വഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സൂപ്പർ പാസേജ് പറഞ്ഞു. പിന്നെ നമുക്ക് കനാൽ സൈഫൺ എന്താണെന്ന് നമുക്ക് പറയാനുണ്ട്. സെയിം ഡ്രെയിൻ ഓവർ കനാൽ തന്നെയാണ് വരിക. പക്ഷെ FSL ഈസ് എബോ റിവർ ബെഡ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ കനാൽ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റിലേക്ക് വരികയാണെങ്കിൽ കനാലും അതുപോലെ തന്നെ റിവറും മീറ്റ്സ് അറ്റ് സെയിം ലെവൽ ആയിരിക്കും. പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിൻ ഫ്ലോ സ്മോൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും. വെൻ ഡ്രെയിൻ ഫ്ലോ ഈസ് സ്മോൾ എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പം അത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് വാട്ടർ സപ്ലൈൻ്റെത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ, അതുപോലെ തന്നെ ഡ്യൂട്ടി, ബേസ് പീരീഡ്, ക്രോപ്പ് പീരീഡ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കനാലിലേക്കാണ് അല്ലേ. കനാലിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലാസിഫിക്കേഷൻ എന്താണ് കനാൽ എന്നുള്ളത് പറഞ്ഞു. എന്തായിരുന്നു കനാൽ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ചാനലാണ് അല്ലേ. കനാൽ ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ചാനൽ ടു ക്യാരി വാട്ടർ ഫ്രം എ റിസർവോയർ ഓർ എ റിവർ ഫോർ വേരിയസ് പേർപ്പസ് അല്ലേ. അതിനാണ് നമ്മൾ കനാൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കനാലിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്കായിരുന്നു വന്നത്. കനാലിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പേർപ്പസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ സപ്ലൈ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ഫൈനാൻഷ്യൽ ഔട്ട്പുട്ട്, പിന്നെ അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ഡിസ്ചാർജ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബേസ്ഡ് ഓൺ കനാൽ അലൈൻമെൻറ്റും ഉണ്ട്, കനാൽ ലൈനിങ്ങും ഉണ്ട്. കനാൽ ലൈനിങ്ങിൻ്റെതായിരുന്നു നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൈനിങ്ങിൽ ലൈൻഡ് കനാലും ഉണ്ട്, അൺലൈൻഡ് കനാലും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡഡ് ലൈനിങ് ആണെങ്കിൽ, അതായത് പ്രൊവൈഡഡ് വിത്ത് ലൈനിങ് ഓൺ സൈഡ്സ് ബെഡ്സ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ ലൈൻഡ് കനാൽ എന്ന് പറയും. ഇത് ഈ ഒരു ലൈനിങ് കൊടുക്കുന്നത് തന്നെ സീപ്പേജിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അൺലൈൻഡ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് പ്രൊവൈഡഡ് വിത്ത് ആൻ ഇംപേർവിയസ് ലൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ ടൈപ്പ് ഓഫ് ലൈനിങ്
മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു, ഹാർഡ് സർഫസ് ലൈനിങ്ങും എർത്തൺ ടൈപ്പ് ലൈനിങ്ങും എന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ക്രോസ് സെക്ഷൻ ഓഫ് ആൻ ഇറിഗേഷൻ കനാലാണ് അല്ലേ. ക്രോസ് സെക്ഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കനാലിൻ ഫോളും പറഞ്ഞു, അതുപോലെ തന്നെ കനാലിൻ ഫുൾ കട്ടിങ്ങും പറഞ്ഞു, അതുപോലെ തന്നെ കനാലിൻ ഫുൾ ഫില്ലിങ്ങും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതും പിന്നെ രണ്ടും കൂടെ വരുന്നതും അല്ലേ, കനാലിൻ പാർഷ്യൽ കട്ടിങ് ആൻഡ് പാർഷ്യൽ ഫില്ലിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നമ്മൾ ക്രോസ് സെക്ഷൻ എലമെന്റ് ഓഫ് ദ കനാലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേം അല്ലേ. ബേം എന്തായിരുന്നു? ബേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ സ്ട്രിപ്പ് ഓഫ് ദ ലാൻഡ് at the ground level between the inner toe of the bank and top edge of the cutting അല്ലേ. അതിനാണ് നമ്മൾ ബേം എന്ന് പറഞ്ഞു. പിന്നെ ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? മാർജിൻ ഓഫ് ഹൈറ്റ് ബിറ്റ്വീൻ FSL ആൻഡ് ടോപ്പ് ഓഫ് ദ ബാങ്ക് ആണെങ്കിൽ അത് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞു. പിന്നെ ഡവൽ ഓർ ഡൗള ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റേസ്ഡ് പോർഷൻ അല്ലേ, റേസ്ഡ് പോർഷൻ പ്രൊവൈഡഡ് ഓൺ ദ കനാൽ സൈഡ്സ് ഓഫ് ദ സർവീസ് റോഡ് ഫോർ സേഫ്റ്റി ഓഫ് വെഹിക്കിൾസ് പ്ലേയിങ് ഓൺ ഇറ്റ് എന്നുള്ളതാണ്. ഈ ഒരു ഡവൽ ഓർ ഡൗളയിൽ ഓർത്ത് വെക്കേണ്ടത്. ആക്ട് ആസ് എ കർവ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ റോഡ് എന്നുള്ളതും കൂടെ അവിടെ കൂടിച്ചേർക്കേണ്ട പോയിന്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കനാൽ റെഗുലേഷൻ വർക്ക് ആയിരുന്നു അല്ലെ. കനാൽ റെഗുലേഷൻ വർക്കിൽ നമ്മൾ അതിന്റെ ഫസ്റ്റ് എന്താണ് കനാൽ റെഗുലേഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു കൺട്രോൾ ഡിസ്ചാർജ് ഡെപ്ത് ആൻഡ് വെലോസിറ്റി, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കനാൽ റെഗുലേഷൻ വർക്ക് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കനാൽ റെഗുലേഷൻ വർക്കിൽ വരുന്നത് ഏതൊക്കെയാണ്? ഹെഡ് റെഗുലേറ്റർ ആൻഡ് ക്രോസ് റെഗുലേറ്റർ, കനാൽ എസ്കേപ്പ് വരുന്നുണ്ട്, പിന്നെ മെറ്റീരിയൽ ഫ്ലൂം വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കനാൽ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടെയിൽ ക്ലസ്റ്റർ വരുന്നുണ്ട്, കനാൽ ഫോൾസും വരുന്നുണ്ട്. അതിൽ നമ്മൾ പിന്നെ നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് കനാൽ എസ്കേപ്പ് അല്ലേ. കനാൽ എസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സേഫ്റ്റി വാൽവ് ഓഫ് ദ കനാൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു റിമൂവ് എക്സസ് വാട്ടർ ഫ്രം കനാൽ ഇൻ ടു എ നാച്ചുറൽ ഡ്രെയിൻ അല്ലേ. അതിനാണ് നമ്മൾ കനാൽ എസ്കേപ്പ് എന്ന് പറയുന്നത്. വിയർ ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ റെഗുലേറ്റർ ഓർ സ്ലൂയിസ് ടൈപ്പും ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കനാൽ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ കനാൽ സ്ലൂയിസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. കനാൽ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ കനാൽ സ്ലൂയിസ് എന്താണെന്ന് പറഞ്ഞാൽ കണക്ട് ലിങ്ക് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് കൾട്ടിവേറ്റർ ആണ്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ ഇത് എവിടെയാണ് ബിൽഡ് ചെയ്യുന്നത്? ബിൽഡ് അറ്റ് ഹെഡ് ഓഫ് ദ വാട്ടർ കോഴ്സ് ടു കണക്ട് വിത്ത് മേജർ ആൻഡ് മൈനർ ഡിസ്ട്രിബ്യൂട്ടറി ചാനൽ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ എന്താണ് കനാൽ സ്ലൂയിസ് അല്ലെങ്കിൽ കനാൽ ഔട്ട്ലെറ്റ് എന്നൊക്കെ പറയുന്നത്. കനാൽ മൊഡ്യൂൾ എന്നും ഇതിനെ പറയുന്നതാണ്, ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ റിക്വയർമെന്റ്സ് ഓഫ് എ കനാൽ ഔട്ട്ലെറ്റിൽ വരുന്നതാണ് സിമ്പിൾ ആൻഡ് ഈസി ടു കൺസ്ട്രക്ട് ആണ്. അതുപോലെ തന്നെ സ്ട്രോങ് ആൻഡ് നോ മൂവിങ് പാർട്സ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഷുഡ് ഡ്രെയിൻ ഇറ്റ്സ് ഫെയർ ഷെയർ ഓഫ് സിൽട്ട് എന്നുള്ളതും കൂടെ ഇവിടെ വരുന്നത് തന്നെയാണ്. പിന്നെ ടൈപ്പ് ഓഫ് ഔട്ട്ലെറ്റിൽ വരുന്നതാണ് നോൺ മോഡുലാർ, അതുപോലെ തന്നെ സെമി മോഡുലാർ, മോഡുലാർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിച്ചതാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, പറയുമ്പോൾ ഓർമ്മ വരുന്നില്ലെങ്കിൽ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു കനാൽ ഫോളും കനാൽ ഡ്രോപ്പ്. കനാൽ ഫോൾ അല്ലെങ്കിൽ കനാൽ ഡ്രോപ്പ് അല്ലേ, നമ്മൾ ആ ഒരു ലെവൽ ഡിഫറൻസ് വരുന്ന സമയത്ത് ചെയ്യുന്നത് അല്ലേ. എന്തായിരുന്നു? നാച്ചുറൽ ഗ്രൗണ്ട് സ്ലോപ്പ് ഈസ് സ്റ്റീപ്പർ ദാൻ ദ ഡിസൈൻഡ് ബെഡ് സ്ലോപ്പ് ഓഫ് ദ കനാൽ സിറ്റുവേഷൻ വരികയാണെങ്കിലാണ് നമ്മൾ കനാൽ ഫോൾ അല്ലെങ്കിൽ കനാൽ ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നതാണ് ഓഗി ഫോൾ, റാപ്പിഡ് ഫോൾ, സ്റ്റെപ്പ്ഡ് കനാൽ ഫോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റ്സ് ഒക്കെ ഒന്നും ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ആയിരുന്നു. ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഫോർ ക്യാരിയിങ് എ കനാൽ അക്രോസ് എ നാച്ചുറൽ ഡ്രെയിൻ ഓർ എ റിവർ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറയുന്നത്. ഏതൊക്കെ ടൈപ്പ് ആയിരുന്നു ക്രോസ് ഡ്രെയിനേജ് വർക്ക് വരുന്നത്? അക്വഡക്റ്റ് ഉണ്ട്, സൈഫൺ അക്വഡക്റ്റ് ഉണ്ട്, സൂപ്പർ പാസേജ് ഉണ്ട്, കനാൽ സൈഫൺ ഓർ കനാൽ സൈഫൺ ഉണ്ട്, പിന്നെ ലെവൽ ക്രോസിംഗ് ഉണ്ട്, കനാൽ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അതിൽ അക്വഡക്റ്റും സൈഫൺ അക്വഡക്റ്റും വരികയാണെങ്കിൽ കനാൽ ഓവർ ഡ്രെയിൻ ആണ് വരുന്നത്. സൂപ്പർ പാസേജും അതുപോലെ തന്നെ കനാൽ സൈഫണും ആണെങ്കിൽ ഡ്രെയിൻ ഓവർ കനാൽ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ലെവൽ ക്രോസിംഗ് ആൻഡ് കനാൽ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ കനാൽ മീറ്റ്സ് ഡ്രെയിൻ ആൻഡ് കനാൽ ആൻഡ് ഡ്രെയിൻ മീറ്റ്സ് അറ്റ് സെയിം ലെവലാണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ലെവൽ ക്രോസിങ്ങും കനാൽ ഇൻലെറ്റും
ആൻഡ് ഔട്ട്ലെറ്റ് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇറിഗേഷൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റിനെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ റിവിഷൻ സീരീസ് ആണല്ലേ, അപ്പം കുറച്ചൊരു സ്പീഡ് എന്തായാലും ഉണ്ടാവും. കാരണം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് ഒരൊറ്റ സ്ട്രെച്ചിൽ ഷോർട്ടാക്കി പറയുന്നത്. അപ്പം അതിൽ പറയുന്ന കാര്യത്തിന് ലിമിറ്റേഷൻസും ഉണ്ടാവും. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ക്ലാസ് ഉൾക്കൊള്ളാം. പിന്നെ നിങ്ങൾ എല്ലാം പഠിച്ചിട്ട് ഈ ഒരു സെക്ഷൻ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഈ ഒരു ക്ലാസ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒന്ന് റിവൈസ് ചെയ്ത പോലെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത പോലെ ഒരു എഫക്റ്റ് ഉണ്ടാവും. മറിച്ച് നിങ്ങൾ ഒന്നും പഠിക്കാതെയാണ് ഈ ഒരു ക്ലാസ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഒരു കറക്റ്റ് പഠിച്ച് വരുന്ന സമയത്ത് മാത്രമേ അതൊന്ന് സെറ്റായി പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ ക്ലാസ്സുകൾ കേൾക്കുക, പഠിക്കുക. ഓരോ എക്സാമിനും അതിൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ട് തന്നെ നോക്കിയിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാണ്ടിരിക്കാൻ കറക്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.